എല്ലാവർക്കും മാരിയമ്മൻ മാടസ്വാമി സേവാ സംഘം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്കും ആത്മീയവും ശാന്തവുമായ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാറുണ്ടല്ലോ. എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്താലും വിചാരിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുക, കടബാധ്യതകൾ ഏറി വരിക, കുടുംബത്തിൽ എപ്പോഴും അകാരണമായ തർക്കങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും ഉണ്ടാവുക, ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ. ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടുള്ള പ്രശസ്തമായ ശ്രീ മാരിയമ്മൻ കോവിലിലാണ്. ദുരിതങ്ങൾ അകറ്റി ഭക്തരെ കാത്തുരക്ഷിക്കുന്ന ഇവിടുത്തെ കാവൽ ദൈവമായ ശ്രീ കറുപ്പസ്വാമിക്ക് സമർപ്പിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ ഒരു വഴിപാടാണ് നീരാഞ്ജനം അഥവാ എള്ളുവിളക്ക്. കറുപ്പസ്വാമി സന്നിധിയിൽ ഈ വഴിപാട് സമർപ്പിച്ചാൽ ജീവിതത്തിലുണ്ടാകുന്ന അത്ഭുതകരമായ മാറ്റങ്ങളെക്കുറിച്ചും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൃത്യമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ആരാണ് കറുപ്പസ്വാമി? വിഷയത്തിൽ കടക്കുന്നതിന് മുമ്പ് ആരാണ് കറുപ്പസ്വാമി എന്ന് നാം അറിഞ്ഞിരിക്കണം. മാരിയമ്മൻ കോവിലുകളിലും ഭദ്രകാളി ക്ഷേത്രങ്ങളിലും കാവൽ ദൈവമായിട്ടാണ് കറുപ്പസ്വാമിയെ ആരാധിക്കുന്നത്. ഭക്തർക്ക് നേരെ വരുന്ന എല്ലാവിധ ആപത്തുകളെയും തൻ്റെ കയ്യിലുള്ള കൊടുവാളും തൃശ്ശൂലവും കൊണ്ട് തുടച്ചുടച്ച് അതിർത്തി കാക്കുന്ന ദൈവമാണ് കറുപ്പൻ. തൻ്റെ സന്നിധിയിൽ വന്ന് കൈയൂപ്പി വിളിക്കുന്ന ഭക്തനെ കറുപ്പസ്വാമി ഒരിക്കലും കൈവിടില്ല എന്നാണ് വിശ്വാസം. കറുപ്പസ്വാമിയുടെ അനുഗ്രഹം നേടാൻ ഭക്തർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും കറുപ്പന് ഏറ്റവും പ്രിയപ്പെട്ടതുമായ വഴിപാടാണ് നീരാഞ്ജനം തെളിയിക്കൽ. കറുത്ത എള്ളും എള്ളെണ്ണയും ഉപയോഗിച്ചാണ് ഈ വിളക്ക് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് നീരാഞ്ജനത്തിൻ്റെ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. എള്ളുവിളക്കിലേക്ക് എണ്ണ ഒഴിക്കുന്നതും എള്ളുകിഴി തിരിയിട്ട് നീരാഞ്ജനം കാണുന്നതുമായ ക്ലോസപ്പ് ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ നീരാഞ്ജന വഴിപാട് നടത്തിയാൽ ഭക്തർക്ക് ലഭിക്കുന്ന പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 5 ഗുണങ്ങളാണ് ഈ വഴിപാടിലൂടെ ഭക്തർക്ക് അനുഭേദ്യമാകുന്നത്. ഒന്നാമതായി, ശനിദോഷ ദുരിതങ്ങളിൽ നിന്നുള്ള മുക്തി. നമ്മുടെ ജാതകപ്രകാരം 7.5 ശനി, കണ്ടകശനി, അഷ്ടമശനി എന്നിവ കടന്നുപോകുന്ന സമയമാണെങ്കിൽ ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ഏറ്റവും ഉത്തമമായ വഴിപാടാണ് നീരാഞ്ജനം. കറുപ്പസ്വാമിക്ക് എള്ളും എള്ളെണ്ണയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശനിദേവൻ്റെ കോപത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്നാണ് ജ്യോതിഷശാസ്ത്രത്തിലും വിശ്വാസങ്ങളിലും പറയുന്നത്. രണ്ടാമതായി, ദൃഷ്ടിദോഷം, ശത്രുദോഷം എന്നിവയിൽ നിന്നുള്ള സംരക്ഷണം. നമ്മുടെ തകർച്ച ആഗ്രഹിക്കുന്ന ശത്രുക്കളുടെ ശല്യം കൊണ്ടോ മറ്റുള്ളവരുടെ കണ്ണേർ അഥവാ ദൃഷ്ടിദോഷം കൊണ്ടോ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടാം. കാവൽമൂർത്തിയായ കറുപ്പസ്വാമിക്ക് മുന്നിൽ ഈ വിളക്ക് തെളിയിക്കുമ്പോൾ എല്ലാവിധ ദുഷ്ടശക്തികളും കണ്ണേറുകളും ഒഴിഞ്ഞുമാറുകയും കുടുംബത്തിന് ചുറ്റും ഒരു സുരക്ഷാ കവചം തീർക്കുകയും ചെയ്യും. മൂന്നാമതായി, കരിയറിലെയും ബിസിനസ്സിലെയും തടസ്സങ്ങൾ മാറ്റുന്നു. തൊഴിൽ മേഖലയിലോ ബിസിനസ്സിലോ വിചാരിച്ചതുപോലെ മുന്നേറാൻ പറ്റാത്ത അവസ്ഥയോ പെട്ടെന്നുണ്ടാകുന്ന തടസ്സങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടെങ്കിൽ കറുപ്പസ്വാമിക്ക് നീരാഞ്ജനം കത്തിച്ച് പ്രാർത്ഥിക്കുന്ന വഴി വിഘ്നങ്ങൾ മാറി പുരോഗതി ഉണ്ടാകും. പുതിയ തൊഴിലവസരങ്ങൾ കൈവരാനും ഇത് സഹായിക്കും. നാലാമതായി, മാനസിക ധൈര്യവും ആത്മവിശ്വാസവും. അകാരണമായ ഭയം, ഉത്കണ്ഠ, വിട്ടുമാറാത്ത രോഗപീഠകൾ എന്നിവ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ഭജനം മനസ്സിൽ വലിയ രീതിയിലുള്ള പോസിറ്റീവ് ഊർജവും ആത്മവിശ്വാസവും നിറയ്ക്കും. അഞ്ചാമതായി, പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് കാവൽ. വഴിയിലുടനീളം തുണയായി നിൽക്കുന്ന ദൈവമാണ് കറുപ്പൻ. യാത്രകളിലും ദൈനംദിന ജീവിതത്തിലും ഉണ്ടാകാനിടയുള്ള പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്നോ ഈ വഴിപാട് ഭക്തർക്കായി മാറുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ വഴിപാട് ചെയ്യേണ്ട വിധവും അതിന് പ്രധാനമായ സമയമൊക്കെയാണ് പറയാൻ പോകുന്നത്. ഈ വഴിപാട് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് പലർക്കും സംശയമുണ്ടാകാം. സാധാരണയായി ശനിയാഴ്ചകളിലോ ചൊവ്വാഴ്ചകളിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളിലോ കറുപ്പസ്വാമിക്ക് നീരാഞ്ജനം കഴിക്കുന്നത് കൂടുതൽ ഫലപ്രദമായി കണക്കാക്കപ്പെടുന്നു. കറുത്ത തുണിയിലോ മറ്റ് വെള്ളത്തുണിയിലോ എള്ളുകിഴി കെട്ടി മൺവിളക്കിലോ ചിരട്ടയിലോ അല്ലെങ്കിൽ തേങ്ങയിലോ വെച്ച് എള്ളെണ്ണ ഒഴിച്ച് ഇല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് ഈ വിളക്ക് തിരി തെളിയിക്കാം. വലിയ ആർഭാടങ്ങളോ വലിയ തുകയോ ആവശ്യമില്ലാത്ത ഈ അതിശക്തമായ വഴിപാട് പക്ഷേ പൂർണ്ണമായ ഭക്തിയോടെയും സമർപ്പണത്തോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും സമർപ്പിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനം. മനമുരുകി പ്രവർത്തിച്ചാൽ കറുപ്പൻ അത് കേൾക്കാതിരിക്കില്ല.
ഇനി നമുക്ക് എറണാകുളം കാക്കനാട് ഭാഗത്തുള്ളവരും അതുവഴി യാത്ര ചെയ്യുന്നവരുമായ എല്ലാ ഭക്തജനങ്ങളും സമയം കണ്ടെത്തി ഈ കാക്കനാട് മാരിയമ്മൻ കോവിലിൽ വന്ന് കറുപ്പസ്വാമിയെ വണങ്ങി നീരാഞ്ജനം സമർപ്പിക്കുവാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ അനുഭവിക്കും. ഈ ഭക്തിസാന്ദ്രമായ വിവരങ്ങൾ നിങ്ങൾ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി ഷെയർ ചെയ്യുവാനും മറക്കരുത്. ആത്മീയ വിശേഷങ്ങളും ക്ഷേത്ര വിശേഷങ്ങളും നിരന്തരമായി അറിയാൻ നിങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. എല്ലാവർക്കും മാരിയമ്മയുടെയും മാടസ്വാമിയുടെയും കറുപ്പസ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അമ്മേ മാരിയമ്മേ, ദേവി മാരിയമ്മേ, മാടസ്വാമി, കറുപ്പസ്വാമി തുണയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.